ഖുർആൻ വിശുദ്ധമായ റമളാന് ഈ മഹത്വങ്ങളൊക്കെ കിട്ടാനുള്ള കാരണം അത് പരിശുദ്ധമായ ഖുർആന്റെ അവതരണം ഈ മാസത്തിൽ നടന്നു എന്നുള്ളതുകൊണ്ടാണ്. വിശുദ്ധമായ ഖുർആൻ റമളാൻ ഷരീഫിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് റമളാൻ ഇത്രയും വലിയ മഹത്വം ലഭിച്ചിട്ടുള്ളത്. ഖുർആനിലൂടെയാണ് അല്ലാഹുവിലേക്ക് അടുത്തവരെ അടുത്തിട്ടുള്ളത്. വബിഹി യതഖറബു ഇലല്ലാഹിൽ മുതഖർരിബൂൻ. ആ കലാമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ നിരന്തരം ഓതി 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 അതിലൂടെയാണ് അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ റമളാൻ ആയാൽ ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുകയാണ്. മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരും. എന്നിട്ട് എല്ലാ ദിവസവും ഖുർആൻ പാരായണമാണ്. ജിബ്രീൽ ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. ഖുർആൻ ഓതിക്കൊടുക്കുന്നു, അത് വിശദീകരിക്കുന്നു, അതിന് അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഓതുന്നു, അത് കേൾക്കുന്നു, അത് പഠിക്കുന്നു. എല്ലാ റമളാനിലും അങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഖുർആൻ പാരായണം സജീവമാക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമളാനു ശരീഫ്. ധാരാളം ഖുർആൻ നമ്മൾ ഓതണം. പക്ഷേ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വഅലൈക്കും ബിഅഹ്കാമി തജ്വീദിൽ ഖുർആൻ. ഖുർആന്റെ തജ്വീദിന്റെ നിയമങ്ങളുണ്ട്, അത് പാലിച്ചേ പറ്റൂ. അത് പാലിച്ചിട്ട് ഓതണം, അപ്പോഴേ ഓത്താവുകയുള്ളൂ. എങ്ങനെങ്കിലൊക്കെ ഓതി തീർത്തത് കൊണ്ടായില്ല. ആത്മാർത്ഥമായി തെറ്റുവരാതെ ഓതണം. അതിന് ഓത്തറിയുന്നവരിൽ നിന്ന് ഓത്തു പഠിക്കണം. നോക്കൂ നിങ്ങൾ, മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ റമളാനിലും അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പഠിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയ ഖുർആൻ പിന്നീട് ഓതി കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ വർഷത്തിൽ 2 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യം, അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഓതുന്നതിന്റെ പ്രസക്തി എത്രമാത്രമുണ്ട് എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്നതാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നു, വറത്തിലിൽ ഖുർആന തർത്തീലാ. ഖുർആൻ നിങ്ങൾ തർത്തീലായിട്ടാണ് പാരായണം ചെയ്യേണ്ടത്. എന്താണ് ഖുർആൻ തർത്തീലായി പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഓരോ അക്ഷരങ്ങളും അതിന്റെ മഖ്റജിൽ നിന്ന് പുറപ്പെടുവിച്ച് സാവകാശം എന്നാൽ നിർത്താതെ, സാവകാശം വഖഫ് ചെയ്യാതെ ഓരോ അക്ഷരങ്ങളും കൃത്യമായി ഉച്ചരിച്ച് അർത്ഥമറിഞ്ഞ് പരമാവധി മനസ്സാന്നിധ്യത്തോടെ ഓതുമ്പോഴാണ് വറത്തിലിൽ ഖുർആന തർത്തീലാ എന്ന ആശയം കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ തർത്തീലായി നിയമങ്ങളൊക്കെ പാലിച്ച് വളരെ കൃത്യമായി ഒരു സൂറത്ത് ഞാൻ സമ്പൂർണമായി ഓതലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം അൻ അഖ്റഅൽ ഖുർആന കുല്ലഹു ബിഗൈരി തർത്തീൽ. തർത്തീലൊന്നുമില്ലാതെ നിയമങ്ങളൊന്നും പാലിക്കാതെ എങ്ങനെങ്കിലൊക്കെ ഖുർആൻ ഓതി തീർക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടം വെക്കുന്നത് ഒരു സൂറത്തെങ്കിലും പരിപൂർണമായി തർത്തീലായി ഓതലാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. എത്ര ഓത്തുകാരാണ്, ഹബീബായ തങ്ങളുടെ ഹദീസാണ്, എത്ര ഓത്തുകാരാണ് ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതുന്നുണ്ട്, മുഴുവനും തെറ്റാണ്. പ്രിയപ്പെട്ട മുഅ്മിനെ, അതുകൊണ്ട് ഖുർആൻ പഠിക്കണം, തെറ്റുവരാതെ ഓതാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇനി ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾ എന്താ ചെയ്യാ? അവർക്ക് തീരെ ഖുർആൻ ഓതാൻ അറിയില്ല. പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ അറിയുന്ന ആളാണ്, പക്ഷെ ഓതാൻ പറ്റാത്ത സാഹചര്യമാണ്. മെൻസസ്സുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാകും, വലിയ അശുദ്ധിയുള്ളവരൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ അപ്പൊ ഖുർആൻ ഓതാൻ പറ്റുന്നില്ല. അത്തരം സാഹചര്യത്തിൽ ഖുർആൻ ഓതാൻ പറ്റുന്ന ആളെ വിളിച്ചിട്ട് പറയാം, മോനെ നീ ഖുർആൻ ഓത്, ഞാനൊന്ന് കേൾക്കട്ടെ. നീ ഖുർആൻ ഒന്ന് ഓത്, ഞാനൊന്ന് കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്നതിന് മാത്രമല്ല പ്രാധാന്യം, മറ്റുള്ളവർ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അത് കേട്ടിരിക്കൽ വലിയ പുണ്യമാണ്. ഖുർആൻ ഓതുന്നത് പോലെ തന്നെ പുണ്യമാണ് ഖുർആൻ കേൾക്കൽ. ഇമാം ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ മുഅ്മിനീങ്ങൾ ഖുർആൻ ഇങ്ങനെ കേൾക്കുകയാണ്. ഇമാം ഫാത്തിഹ ഓതുമ്പോ മുഅ്മിനീങ്ങൾ ഫാത്തിഹ ഓതുന്നില്ല, അവർ ഫാത്തിഹ കേൾക്കുകയാണ്. എന്നിട്ട് ഇമാം സൂറത്ത് ഓതുന്നതിന് മുമ്പ് ചെറിയൊരു ഗ്യാപ്പ് തരുന്നു, ആ ഗ്യാപ്പിലാണ് മുഅ്മിനീങ്ങൾ ഫാത്തിഹ ഓതുന്നത്. എന്നിട്ട് ഇമാം സൂറത്ത് ഓതുമ്പോൾ മുഅ്മിനീങ്ങൾ കൂടെ സൂറത്ത് ഓതാൻ പാടില്ല, കറാഹത്താണ്. പിന്നെയോ ആ ഓത്ത് കേൾക്കുകയാണ് വേണ്ടത്. ഖുർആൻ ഓതുകയല്ല അവിടെ ചെയ്യേണ്ടത്, ഖുർആൻ കേൾക്കുകയാണ് വേണ്ടത്. ഖുർആൻ ഓതപ്പെടുമ്പോൾ അത് നിങ്ങൾ സശ്രദ്ധം കേൾക്കണേ.
ലഅല്ലകും തുർഹമൂൻ. പ്രിയപ്പെട്ടവരെ, റഹ്മത്തിന്റെ 10 തീരാൻ പോവുകയാണ്. ഒരു ദിവസം കൂടി മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. ലഅല്ലകും തുർഹമൂൻ. അല്ലാഹു നിങ്ങൾക്ക് പ്രത്യേകം റഹ്മത്ത് ചെയ്തു തരാൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളിൽ റഹ്മത്ത് വർഷിക്കാൻ നിങ്ങൾ ഖുർആൻ ഓതുന്നത് സശ്രദ്ധം കേൾക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. പ്രിയപ്പെട്ട സഹോദരന്മാർ, അതുകൊണ്ട് അള്ളാന്റെ റഹ്മത്തില്ലാതെ നമുക്ക് മഗ്ഫിറത്ത് കിട്ടൂല, മഗ്ഫിറത്തില്ലാതെ ഇത്ഖും മിനന്നാർ കിട്ടൂല. ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് റഹ്മത്തിന്റെ 10 തീരാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ധാരാളം ഖുർആൻ ഓതുക, ഓതുന്നത് കേൾക്കുക. റഹ്മത്ത് ലഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ഞങ്ങളിൽ വർഷിപ്പിക്കണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ വിളിക്കുകയാണ്. ആരെ വിളിക്കുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. നല്ല ഓത്തുകാരനാണ്. വളരെ ഭംഗിയായി മനോഹരമായി കൃത്യമായി ഓതുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് ഒന്ന് ഖുർആൻ ഓദിക്കുക, ഒന്ന് ഖുർആൻ ഓദിക്കുക, ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പൊ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, നബിയെ, ഖുർആൻ അങ്ങേക്കല്ലേ ഇറക്കപ്പെട്ടത്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരെ? ബഹുമാനപ്പെട്ട മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു എന്ന ഖുർആൻ അങ്ങേക്കല്ലേ അവതരിപ്പിക്കപ്പെട്ടത്? ഈ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരെ? അത് പറ്റൂല, ഈ ഓതണം, ഞാനൊന്ന് കേൾക്കട്ടെ. മറ്റുള്ളവർ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഫഅതദർ അവലൻ ആദ്യം ഉദറക്ക ബോധിപ്പിച്ചു. എങ്ങനെ ഞാൻ ഓത? മുത്തുനബിന് മുമ്പേ അങ്ങനെ ഓതുക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെ ഓതി കൊടുക്കുക? ഒരുപാട് ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞു, പക്ഷെ നബി തങ്ങൾ വിടുന്നില്ല. അവസാനം ഓതാൻ തീരുമാനിച്ചു. സൂറത്തുൻ നിസായിലെ ആദ്യഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഓതാൻ തുടങ്ങി. ഓതി 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 അതാ ഒരു ആയത്ത് കടന്നു വരുന്നു. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. എല്ലാ സമുദായങ്ങളെയും നാളെ മഹ്ശറിൽ കൊണ്ടുവരുമ്പോ ആ മഹ്ശറിൽ ആ സമുദായങ്ങൾക്ക് സാക്ഷിയായ അവർ അംബിയാ മുർസലീങ്ങളെ കൊണ്ടുവരുമ്പോ, നബിയെ, അങ്ങയെ ഞാൻ നാളെ മഹ്ശറിൽ അങ്ങയെ കളവാക്കിയ, കൊച്ചാക്കിയ, അങ്ങ് നിഷേധിച്ച ആളുകൾക്ക് സാക്ഷിയായി, അവർക്കെതിരെ സാക്ഷിയായി ഞാൻ അങ്ങ് കൊണ്ടുവരുന്ന രംഗം എങ്ങനെ ഉണ്ടാകുമെന്ന് ആയത്തെത്തിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഹസ്ബുകല്ലാൻ, മതി മതി ഇബ്നു മസ്ഊദേ, മതി മതി. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, ഫൽതഫതു ഇലൈഹി, ഞാൻ മുത്തനബിയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ഫഇദാ ഐനാനി തദ്രിഫാൻ, ഹബീബായ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. ഖുർആൻ കേട്ട് മുത്തനബി തങ്ങൾ കരയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ ഓതുമ്പോ കരച്ചിൽ വരണം, ഖുർആൻ മനസ്സിൽ തട്ടിയോദണം. ഇനി അർത്ഥമറിയില്ലെങ്കിൽ പോലും ഇത് പടച്ച റബ്ബിന്റെ കലാമാണെന്ന ബോധത്തോടെ ഓതണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമാണ്, ഖദീമായ കലാമാണെന്ന ബോധത്തോടെ ഖുർആൻ പാരായണം ചെയ്യണേ. അതുകൊണ്ടല്ലേ ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞത്, ഫഖറഉൽ ഖുർആന ബാക്കീന ഔ മുതബക്കീൻ. കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കരച്ചിൽ അഭിനയിച്ചോദണം. കരച്ചിൽ വരണില്ലെങ്കിൽ കരയുന്നത് പോലെ ഓതണം, അപ്പൊ കരച്ചിലങ്ങ് വന്നോളും. ഇത് തമാശയിൽ വായിച്ചു കളയേണ്ട പുസ്തകമല്ല, ഇത് അള്ളാന്റെ കലാമാകുന്ന ഖുർആനാണ്. ആ ഖുർആനിലൂടെയാണ് അള്ളാഹുലേക്ക് അടുത്തവരൊക്കെ അടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ കേൾക്കൽ പ്രത്യേകം പുണ്യമാണ്, പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അത് കേട്ട് കരയണം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ഇവിടുത്തെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, കാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റജുലൻ ബക്കാ. എന്റെ ഉപ്പയായ സിദ്ദീഖ് തങ്ങൾ കാന ബക്കാ, ബാക്കി നല്ല പറഞ്ഞു, ബക്കാ, നല്ലവണ്ണം കരയുന്നവനായിരുന്നു. അതേ, ചെറിയ കരച്ചിലൊന്നുമല്ല. ലാ യംലികു ഐനൈഹി, അവിടുത്തെ കണ്ണുകളെ നിയന്ത്രിക്കാൻ സിദ്ദീഖ് തങ്ങൾക്ക് കഴിയാറില്ല. ഇദാ ഖറഅൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അങ്ങ് ഓതാനിരുന്നാൽ സിദ്ദീഖ് തങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്. അതിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ച്, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, എത്ര ഗഹനമാണ് ഖുർആൻ, എത്ര വിശാലമാണ് ഖുർആൻ.
ഖുർആൻ. ഖിയാമത്ത് നാൾ വരെ അർത്ഥം പറഞ്ഞാലും അതിന്റെ അർത്ഥങ്ങൾ തീരില്ലല്ലോ. ആ വിശുദ്ധമായ ഖുർആൻ ഓതണേ, അതിലേക്ക് അടുക്കണേ. ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട്, ഒരുപാട് നിയമങ്ങളുണ്ട്, മര്യാദകളുണ്ട്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് വളരെ കൃത്യമായ നിയമങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ ഖിബിലക്ക് മുന്നിൽ പ്രത്യേകം സുന്നത്താണ്. ഖുർആൻ ഓതുമ്പോൾ വുദൂ വേണം. ഖുർആൻ തൊടണമെങ്കിൽ വുദൂ നിർബന്ധമാണ്, ഓതണമെങ്കിൽ വുദൂ സുന്നത്താണ്. എങ്കിലും ഓതുമ്പോൾ ഓതാൻ കാണാതെ അറിയുന്ന സൂറത്താണെങ്കിൽ പോലും ഓതാൻ ഏത് സുന്നത്തുണ്ട്? വുദൂ സുന്നത്തുണ്ട്. അപ്പൊ ഖിബിലക്ക് മുന്നിട്ട് വുദൂ എടുത്ത് ഞാനൊരു രാജ സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ഭാവത്തിൽ നല്ല വസ്ത്രം ധരിച്ച് അത്തർ പൂശി, റമദാന്റെ പകലിലല്ല, റമദാൻ അല്ലാത്തപ്പോ അത്തറൊക്കെ പൂശി വളരെ ആവേശത്തോടെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഹദീസിലും മറ്റൊക്കെ വന്നിരിക്കുന്ന ഉദ്ധരണ അകമ്പടിയോടെ അവിടുന്ന് പറയുന്നുണ്ട്. ഓതാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, മണവസ്തു പൂശിയിരിക്കലും പതിവാക്ക്, ഖിബിലക്ക് നേരെ ഇരിക്കലും വേണ്ടുന്നതാ, ചാരാതെ നേരെ ഇരുന്നതങ്ങോതേണ്ടതാ. ഖുർആൻ ഓതുമ്പോൾ ചാരിയിരിക്കാൻ പാടില്ല, ഖിബിലക്ക് മുന്നിട്ട് അതേ അത്തറൊക്കെ പൂശി അതേ മിസ്വാക്കൊക്കെ ചെയ്ത് വളരെ കൃത്യമായിട്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത്. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം അവന്റെ വായ പകർച്ചയായിട്ടില്ലെങ്കിൽ ബ്രഷ് ചെയ്യൽ സുന്നത്തില്ല, കറാഹത്താണ്. അപ്പൊ ഇത് നോമ്പുകാരനെ സംബന്ധിച്ച നിയമമല്ല. പറഞ്ഞ അല്ലാത്ത സമയത്തൊക്കെ സാധാരണ ഖുർആൻ ഓതുന്ന സമയത്തുള്ള നിയമങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുപോലെ അത്തർ പൂശുക എന്ന നോമ്പുകാരന് പകല് കറാഹത്തുള്ള കാര്യമാണ്. അതേ സമയം നോമ്പ് നോൽക്കുന്ന സമയത്ത് അത്താഴ സമയത്ത് അത്തർ ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. പ്രത്യേകം മനസ്സിലാക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മുസ്ഹഫ് ഉയർത്തി തന്നെ വെച്ചോതേണ്ടതാ, അത് മടിയിലായാൽ തന്നെയും മതിയായതാ, നീ വൃത്തിയുള്ള സ്ഥലത്തിരുന്നോതേണ്ടതാ, അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ, ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടതാ, ആവശ്യമെങ്കിൽ ദൂഷ്യമില്ലെന്നുള്ളതാ. അപ്പൊ ഖുർആൻ ഓതുന്ന സ്ഥലം നല്ല വൃത്തി വേണം, ശുദ്ധി വേണം. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്ന സമയം ഇടയിൽ സംസാരിക്കാൻ പാടില്ല. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയാണ്. കാരണം ഇത് അള്ളാന്റെ കലാമാണ്, അള്ളാഹ് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് ഇടയിൽ നമ്മൾ വെറുതെ അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കരുത്. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ അതേ പ്രത്യേകം ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരും എന്ന നല്ല നിയ്യത്തോടുകൂടെ അത്യാവശ്യങ്ങൾ സംസാരിക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ വെറുതെ ഖുർആൻ തുറന്നു വെച്ച് സ്വറ പറയുന്നത് ഒരിക്കലും ഖുർആനോടുള്ള അദബിനോട് യോജിച്ചതല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ ഉയർത്തി വെക്കണമെന്നാണ്. ഇനി മടിയിൽ വെച്ച് ഓതുന്നതിന് വിരോധമില്ല. ഏതായാലും ഖുർആൻ ഉയർത്തി വെക്കണം. ഖുർആൻ മുന്നിൽ വെച്ച് അതിലേക്ക് കാല് നീട്ടൽ ഹറാമാണ്. ഖുർആനിലേക്ക് കാല് നീട്ടിയിരിക്കൽ ഹറാമാണ്. ഖുർആൻ എപ്പോഴും മുകളിലേ വെക്കാൻ പറ്റുകയുള്ളൂ. ഉമിനീര് കൊണ്ട് ഖുർആൻ മരിക്കൽ ഹറാമാണ്. ഉമിനീര് തൊട്ട് മുസ്ഹഫിന്റെ പേജുകൾ മരിക്കൽ ഹറാമാണ്. വളരെ ശ്രദ്ധിച്ചതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു കാരണവശാലും ഖുർആൻ നമ്മുടെ ഊരക്ക് താഴെ പിടിക്കാൻ പാടില്ല. ചില ആൾക്കാരെ ഖുർആൻ ഇങ്ങനെ പിടിച്ചു ചെയ്യാൻ പാടില്ല. നമ്മുടെ ഊരന്റെ താഴെ ഒരു കാരണവശാലും ഖുർആൻ പിടിക്കാൻ പാടില്ല. ഇത് ന്യൂസ് പേപ്പർ അല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ഖുർആൻ എപ്പോഴും നമ്മുടെ ഊരക്ക് മുകളിൽ നെഞ്ചത്തോട് ഹൃദയത്തോട് ചേർത്താണ് വെക്കേണ്ടത്. എല്ലാ മഹാന്മാരും വിശദീകരിക്കുകയാണ്. അഴകുള്ള വസ്ത്രം കൊണ്ടു നീ ചമയേണ്ടതാ, നീരാജ സദസ്സിൽ എന്ന മട്ടിൽ വേണ്ടതാ, 40 ദിനത്തിൽ 30 തീർക്കേണ്ടതാ, 40 കവിഞ്ഞാൽ യുക്റഹു എന്നുള്ളതാ. നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് രാജ സദസ്സിലിരിക്കുന്നത് പോലെ, രാജാവിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഉടമയായ റബ്ബിന്റെ മുമ്പിൽ ഇരിക്കുകയാണെന്ന ബോധത്തോടെ പ്രൗഢിയോടെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത്. കള്ളിമുണ്ടും ആ ടീഷർട്ടും ബനിയനും അലക്കാത്ത ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ല ഖുർആൻ ഓതേണ്ടത്. മുഖ്യമന്ത്രി നമ്മൾ വിളിച്ചാൽ മുഖ്യമന്ത്രി ഇഫ്താർ വരുന്നുണ്ട്, പ്രധാനമന്ത്രി നമ്മളെ കാണാൻ വിളിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ പുള്ളിത്തൊഴുത്ത് പോവോ? ഓട്ടുള്ള ബനിയനിട്ട് പോവോ? ഇല്ലല്ലോ. അപ്പോ ഇത് കലാം, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നല്ല മുന്തിയ പ്രൗഢിയുള്ള
മോടിയുള്ള വസ്ത്രമിട്ടിട്ടാണ് ഖുർആൻ ഓതേണ്ടത്. ഈ നിയമങ്ങളൊക്കെ പാലിക്കുമ്പോഴാണ് ഖുർആന്റെ ആ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. 40 ദിവസത്തിനുള്ളിൽ ഒരു ഖത്മ് തീർക്കണം, അല്ലെങ്കിൽ കറാഹത്ത എന്നാണ് മസാല. 40 ദിവസത്തിനുള്ളിൽ ഒരു ഖത്മ് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മുഅ്മിൻ എന്ന നിലയിൽ ഓതിയിരിക്കണം, അല്ലെങ്കിൽ യുക്റഹു കറാഹത്താണ് എന്നതാണ് മസാല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചില ആൾക്കാരുണ്ട് മുസ്ഹഫ് തീരെ എടുക്കൂല, യാസീൻ കാണാതെ അറിയാം, തബാറക കാണാതെ അറിയാം, അങ്ങനെ കാണാതെ ഓതും. മുസ്ഹഫ് എടുക്കാൻ നല്ല മടിയാ. എന്നാൽ മുസ്ഹഫ് നോക്കി ഓതിയാൽ എത്ര അതിന്റെ ഫലം എന്താ അറിയോ നിങ്ങൾക്ക്? ഞാൻ നാളെ സദസ്സ് വെച്ചപ്പോൾ ഒരാൾ 70 ഇരട്ടി കൂലിയാണ്, ചിലർ 313 പറഞ്ഞ കേട്ടോളി. ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് നിങ്ങൾ ആരും വിഷളാക്കണില്ല. മുസ്ഹഫ് നീ നോക്കാതോതിയാൽ ഫലമായിരം, അത് നോക്കിയോതലിലുണ്ടോടോ 2000. ഖുർആൻ മുസ്ഹഫിൽ നോക്കാതെ ഓതിയാൽ തന്നെ 1000 കൂലിയെങ്കിൽ നോക്കി ഓതിയാൽ 2000 അതിന്റെ പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, ഒരു ഹർഫ് ഓതിയാൽ ചുരുങ്ങിയത് അതേ 10 കൂലിയാണ്. നിസ്കാരത്തിന് പുറത്ത് ഏറ്റവും ചുരുങ്ങിയത് ഓതുന്ന വ്യക്തിയുടെ ഇഖ്ലാസ് അനുസരിച്ച്, ആത്മാർത്ഥത അനുസരിച്ച് ഒരു അക്ഷരത്തിന് 10 അല്ല എത്രയും കൂലി അല്ലാഹു തആല നൽകുന്നവനാണ്. നിസ്കാരത്തിൽ ഒരു അക്ഷരത്തിന് മിനിമം 100 കൂലിയാണ്. അതുകൊണ്ട് ഖുർആൻ ധാരാളം നമ്മൾ ഓതണം കേട്ടോ. ഖുർആൻ മുസ്ഹഫ് നോക്കി ഓതിയാൽ 2000 കൂലിണ്ട്. എവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയേ? വെറുതെ പറയല്ല. അത് നോക്കി ഉവൈസിനുള്ള റിവായത്താൽ ഇത് വന്നതാ, ഗാലിയാത്തിൽ മവാഇദിൽ വിവരിച്ചതാ. ഉദ്ധരണിയും കിതാബിന്റെ പേര് സഹിതമാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ചൊന്നുമല്ല. ഖുർആനുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുന്ന ആളുകളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർ അള്ളാഹിന്റെ ആൾക്കാരാണ് എന്നാണ്, അവർ അള്ളാഹുവിന്റെ ആളുകളാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന് ചില ആൾക്കാരുണ്ട്. ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും അള്ളാഹിന്റെ ആൾക്കാരല്ല, അള്ളാഹിന്റെ അടിമകളാണ്. പക്ഷെ അള്ളാഹുവിന്റെ ആളുകൾ എന്നൊരു പേരുണ്ട്. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ആളുകൾ എന്നൊരു വിഭാഗമുണ്ട്. നബി തങ്ങൾ പറഞ്ഞപ്പോ ചോദ്യം വന്നു, യാ റസൂലല്ലാഹ് മൻഹും, അത് ആരാണ്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ അഹ്ലുകാരാണ്. അഹ്ലുല്ലാഹി വ ഖാസത്തുഹു, അല്ലാഹുവിന്റെ പ്രത്യേകം വിഐപി പോസ്റ്റിലുള്ള ആളുകളാണ് അവർ. അവർക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഖുർആനുമായി നമുക്ക് നിരന്തരം ബന്ധം വേണം. അത് ഈമാനിന്റെ ഹൃദയമാണ് ഖുർആൻ പാരായണം. ഈമാനിന്റെ ഹെഡ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണെങ്കിൽ ഈമാനിന്റെ ഹൃദയമാണ് ഖുർആൻ പാരായണം. അതുകൊണ്ട് നല്ലവണ്ണം ഖുർആൻ ഓതേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖുർആൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓതുമ്പോ ഉറക്ക് വരുന്നത്, മുസ്ഹഫ് അവിടെ ഇടുന്നത്, ഇവിടെ ഇടുന്നത്, പുള്ളിത്തുണിയെടുത്ത് ഓതുന്നത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിരുത്താണ്ട്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ആലിമിനേക്കാളും ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവാണ്. നമ്മളിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു മജ്‌ലിസിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖ്, ഒരു ഉസ്താദ്, ഫോർ എക്സാമ്പിൾ സുൽത്താൻ ഉലമ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ നമ്മുടെ മജ്‌ലിസിലേക്ക് സുൽത്താൻ ഉലമ വന്നു, റഈസുൽ ഉലമ വന്നു, നമ്മളെല്ലാവരും ചെയ്യും, എഴുന്നേറ്റും ആദരിക്കും. ഒരു വലിയ ആലിമ്, ഒരു പണ്ഡിതൻ നമ്മുടെ സദസ്സിലേക്ക് വരുമ്പോ, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മളെല്ലാവരും ബഹുമാനിച്ച് ആദരിക്കൂലേ? എന്നതുപോലെ ഒരാൾ മുസ്ഹഫുമായി നമ്മുടെ അടുക്കലേക്ക് വന്നു. എന്നാണ് നമ്മുടെ മോനാണ്, മദ്രസ ഇട്ട് വരികയാണ്, പക്ഷെ കയ്യിൽ മുസ്ഹഫ് ഉണ്ട്. എന്നാൽ ആ മുസ്ഹഫിനെ ആദരിച്ച് ബഹുമാനിക്കണം. വയുൻദബുൽ ഖിയാമു ലഹു കൽ ആലിമി, ആലിമിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി എഴുന്നേൽക്കുന്നത് പോലെ ഖുർആൻ ഒരാളെ കൊണ്ടുവരുമ്പോൾ ഖുർആനിന് വേണ്ടി പ്രത്യേകം എഴുന്നേറ്റ് ഖുർആനെ ആദരിക്കണം എന്നാണ് മസ്അല. അപ്പൊ നോക്കി നിങ്ങൾ ഖുർആൻ നോക്ക്. നിങ്ങൾ ബഹുമാനപ്പെട്ട യൂസുഫുൽ മാലിക്കി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറയാണ്, ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ അൽ ഫൗറഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ബിൻ ഫൗറഖ് റളിയല്ലാഹു അൻഹു മാ നാമ ഫീ ബൈത്തിൻ ഫീഹി മുസ്ഹഫ്, മുസ്ഹഫ് ഉള്ള റൂമിൽ മൂപ്പര് കിടന്നുറങ്ങാറില്ല, ഖത്തു തീരെ കിടക്കാറില്ല. മുസ്ഹഫ് ഒരു റൂമിൽ ഉണ്ടെങ്കിൽ ആ റൂമിൽ ബഹുമാനപ്പെട്ടവർ കിടന്നുറങ്ങൂല. ഇതെങ്ങനെ കിടക്കുക? നമ്മുടെ റൂമില് ഒരു കാര്യപ്പെട്ട ഒരു അതിഥിയുണ്ട്, നമ്മുടെ റൂമില് ഒരു കാര്യപ്പെട്ട വലിയൊരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ അവിടെ ഉണ്ടാകുമ്പോൾ മൂപ്പരവിടെ കൊണ്ട് ഉറന്നിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങേ? നമ്മുടെ റൂമിൽ കാര്യപ്പെട്ട ഒരു പണ്ഡിതൻ, ഒരു ലോകപ്രശസ്ത പണ്ഡിതൻ നമ്മുടെ റൂമിലുണ്ടെന്ന് കരുതിക്കോ. ചെറിയ പണ്ഡിതനൊന്നല്ല, ആ പണ്ഡിതൻ നമ്മുടെ റൂമിൽ ഇങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് കടന്നുറങ്ങോ? മോശല്ലേ? എന്ന പോലെ ഖുർആനുള്ള റൂമിൽ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു ഫൗറഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയിട്ടേ ഇല്ല. വൈദാ അറാദ നൗമ, ഉറങ്ങാൻ തീരുമാനിച്ചാൽ ഇൻതഖന അനിൽ മകാനിൽ ലദീ ഫീഹി ഇഅ്ളാമൻ ലികിതാബില്ലാഹി അസ്സ വജല്ല, ഖുർആൻ ഇല്ലാത്ത റൂമിൽ പോയി കിടന്നുറങ്ങും. മുസ്ഹഫ് വെക്കാത്ത റൂമിൽ പോയിട്ട് അവിടുന്ന് കിടന്നുറങ്ങുക. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എവിടെ കിടക്കണേ? നമ്മൾ മുസ്ഹഫ് അവിടെ ഉണ്ടാവും, നമ്മളോട് വർത്തമാനം പറയുണ്ടാകും, നമ്മൾ ഇങ്ങനെ വെറുതെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഖുർആൻ എന്താണെന്ന് നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. എന്നിട്ട് ഇത് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന ആദരവോടെ ബഹുമാനോടെ ഓതുമ്പോഴാണ് ഈ പറയപ്പെട്ട നിയമങ്ങളൊക്കെ പാലിച്ചോതുമ്പോൾ ഖുർആന്റെ മധുരം നമുക്ക് ലഭിക്കും. ഖുർആൻ ഒരു മധുരമുണ്ട്, ഖുർആൻ ഒരു മധുരമുണ്ട്. 3 കാര്യങ്ങളിൽ മധുരമുണ്ട്. ഒന്ന് നിസ്കാരത്തിലാണ്, മറ്റൊന്ന് ഖുർആൻ പാരായണത്തിലാണ്, മറ്റൊന്ന് അല്ലാഹുവിനോടുള്ള ദുആയിലാണ്. ഇത് 3ലും മധുരം എത്തിച്ചവൻ ഖൈറിന്റെ കവാടങ്ങൾ എത്തിച്ചവനാണ്. ഖൈറിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ 3ലും ഒരാൾക്ക് മധുരമില്ലേ? നിസ്കാരം ബോറാണ്, നിസ്കാരം തുടങ്ങിയാൽ എങ്ങനെ കഴിഞ്ഞു കിട്ടാൻ മതി എന്നാണ്, പെട്ടെന്ന് തീരണം എന്ന ചിന്തയാണ്. ഖുർആൻ ഓതുമ്പോ ചിന്ത വേറെ എവിടൊക്കെയോ ആണ്, താല്പര്യമൊന്നുമില്ല. പിന്നെ ഓതണ്ടേന്ന് കരുതിയിട്ട് ഓതുകയാണ്. ദുആ ചെയ്യുമ്പോ ആമീനൊന്നുമില്ല, കൈയൊക്കെ ഇവിടെ മടിയിലാണ്, ശരിക്കും പിടിക്കണില്ല. എന്താ മസാല? ചുമലിന് നേരെ കൈ ഉയർത്തണം എന്നാ ദുആ ചെയ്യുമ്പോ, ചുമലിന് നേരെ കൈ ഉയർത്തണം എന്നാണ്. ഇങ്ങനെയും പിടിക്കുക, ഇങ്ങനെയും പിടിക്കുക, ഇങ്ങനെയും പിടിക്കുക, ഇങ്ങനെയും പിടിക്കുക. പക്ഷെ ചുമലിന് നേരെയാണ് ദുആ ചെയ്യുന്ന സമയത്ത് കൈ ഉയർത്തേണ്ടത്. താഴെട്ട് കൈ ഉയർത്തുന്ന എവിടെയും കാണില്ല. പിന്നെ ഷാദുലി റാത്തിൽ മാത്രം പരമ്പരയിൽ ഇങ്ങനെ സമയത്ത് മാത്രം മടിയിൽ കൈ വെക്കുന്ന സംഗതി മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ എല്ലായിടങ്ങളിലും പറയുന്നത് ചുമലിനു നേരെ കൈ ഉയർത്തണം. ഈ രൂപത്തിൽ കൈ ഉയർത്തിയിട്ടാണ് പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടത്. അപ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആവേശമായി മാറണം, അത് വലിയ താല്പര്യമുള്ള കാര്യമായി മാറണം. അള്ളാഹുയാകുന്ന ലോകം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഉടമയായ റബ്ബിനോട് ഇങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഭൂതിയാവണം, അതൊരു ലഹരിയാവണം, അതിലൊരു ലദ്ദത്ത്, ഒരു ഹലാവത്ത് ഉണ്ടാവണം. എന്നാൽ അവന് ഖൈറിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിന് അടയാളമാണ്. ഈ 3 വിഷയത്തിൽ ഹലാവത്തില്ലേ, അവന്റെ കാര്യം കട്ടപ്പോക്കാണെന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ.